ഗായ്സ് തീരെ ക്യാമറ ഫേസ് ചെയ്യാത്ത ഒരാളെയാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് പോകാൻ നോക്കുകയാണ്. അക്കയും കല്ലട്ടോ, ഞാൻ, മാമി, ആസിഫ് എല്ലാവരും കൂടിയാണ് പോകുന്നത്. കസിൻസ് എല്ലാവരും ഒന്നുമില്ല, എന്നാലും ഉള്ള ആൾ വെച്ചൊന്ന് വെറുതെ കറങ്ങാൻ പോവാണ്. അപ്പോൾ അതാ മാമി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ പോകാൻ റയാൻ വല്ല ബസ്സിലെത്താൻ നിൽക്കുമ്പോഴാണ് നിൽക്കുന്നത്. നമ്മൾ ഓരോരോ കഥയൊക്കെ പറഞ്ഞങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ സിത്തുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, കുറച്ചുകൂടി ടൈം ഉണ്ട് ക്ലാസ്. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ ആദ്യം തന്നെ ഒരു കേക്ക് ട്രൈ ചെയ്യാൻ ചോദിച്ചു. കേക്ക് ട്രൈ ചെയ്യാൻ വന്നിട്ടുള്ളത് ദ ബേക്കേഴ്സ് ആൻഡ് കോലാണ്. അപ്പോൾ അതാ ഒന്നും പറയാനില്ല കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ ഇതിന് മുന്നേ കേക്ക് കഴിച്ചിട്ടുണ്ട്. ബർത്ത്ഡേക്കൊക്കെ അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റി കേക്കാണ്. അങ്ങനെ നമ്മൾ അവിടെ സിറ്റിംഗ് സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് മാത്രം ആയതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സിത്തു ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ എന്താ നമ്മൾ സിത്തുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സിത്തുവിനെ വരവേൽക്കാൻ ഞങ്ങൾ ഒരു സോങ്ങൊക്കെ കണ്ടുപിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ആ സോങ് ഓൾ കയറുമ്പോൾ ശ്രദ്ധിച്ചതേ ഇല്ല. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ആ സോങ്ങൊക്കെ പോക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഡ്രസ്സൊക്കെ വാങ്ങാൻ കയറിയിട്ടുള്ളത്. അതാ അവിടെ നിന്ന് ഫോട്ടോ സെക്ഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീണ്ട തിരച്ചിലിനൊടുവിൽ നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. 2 സ്ഥലത്തു നിന്നായിട്ടാണ് നമുക്ക് 2 ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നമുക്ക് ചോറ് കഴിക്കേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ വിടുന്നത് നേരെ വിട്ടിട്ടില്ല. അതിൻ്റെ മുന്നേ ചർച്ച നടക്കുന്നുണ്ട്, അവിടെ പോകാൻ നോക്കാം. ഫൈനലി നമ്മൾ ഷവായ കഴിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷവായ ഇവിടുന്ന് കഴിക്കും. TNTയിൽ പോകണോ? TNTയിൽ ഇപ്പോൾ ഈ ടൈമിലില്ലാന്ന് തോന്നുന്നു, കുറച്ചൊരു ടൈം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഓപ്പൺ ചെയ്യാറില്ല. അപ്പോൾ മാമി പറഞ്ഞു, മാമി ഇതിന് മുന്നേ അടിപൊളി ഷവായ കഴിച്ച സ്പോട്ടുണ്ട്, അവിടെ പോകാൻ. അതൊക്കെ കഫ്റ്റീരിയ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പാർക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ വേഗം ഷടപടി കഴിഞ്ഞു. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഷവായ എന്നും ഓർഡർ ചെയ്തത്. ഷവായാണ് സ്പെഷ്യൽ. അപ്പോൾ വേഗം തന്നെ കിട്ടി. ഓൾറെഡി അവിടെ പ്ലേറ്റിലൊക്കെ ആക്കി വെക്കലുണ്ട്. അപ്പോൾ വേഗം തന്നെ കിട്ടി. അപ്പോൾ അത് അറിയാനൊരു ബേബി ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ സിത്തു ഷവായ വേണ്ട, എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ഫുൾ ഷവായും കഴിച്ചതോളാന്ന് പറഞ്ഞ് ഞങ്ങൾ ഓളെ ഊക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി അങ്ങോട്ട് പോകും. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, വെറുതെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് ബീച്ച് കഫേ നോക്കി, അത് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ബീച്ച് സൈഡിൽ കൂടി കുറച്ചൊക്കെ ഒന്ന് പോയി നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ക്ലബ് സുലൈമാനി പോയിട്ട് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് ലാവൻഡർ ടീ ആണ്. ആദ്യമായിട്ടാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുന്നത്. കുഴപ്പമില്ലായിരുന്നു. ആദ്യം വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല, പിന്നെ കുടിച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി നേരെ പോയത് ഗോകുലം മാളിലേക്കാണ് നമ്മൾ നേരെ ലക്ഷ്യം വെക്കുന്നത്. അവിടുന്ന് 2-3 സാധനം വാങ്ങാണ്ട് റയാൻ പമ്പേഴ്സ് നോക്കണം. അപ്പോൾ അത് റയാൻ അപ്പോഴത്തേക്കൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പമ്പേഴ്സ് സെക്ഷനിൽ പോയപ്പോൾ ഒരു ഓഫറും കണ്ടിട്ടില്ല, അതുകൊണ്ട് അവിടുന്ന് വാങ്ങിയില്ല. പിന്നെ നമ്മൾ നൈക്കിയിലും പിന്നെ 2-3 ഡ്രസ്സൊക്കെ നോക്കി, പക്ഷെ ഒന്നും എടുത്തില്ല. എല്ലാം ഒന്ന് നോക്കി വെച്ച് നമ്മളിങ്ങ് പോന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ വിചാരിച്ച്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കലാണ് മെയിൻ പരിപാടി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ചോക്കോലിക്കിൽ കയറി. സിത്തു നേരത്തെ ഞങ്ങളെ കൂടെ ഇല്ലാത്തത് കൊണ്ടൊക്കെ കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം സിത്തു കേക്ക് പോയി വാങ്ങുമ്പോൾ ഞങ്ങൾ ചോക്കോലിക്കിന്ന് തായാണ് ചോക്കോലിക്ക്. അപ്പോൾ അവിടുന്ന് ഒരു ഐറ്റം ഓർഡർ ചെയ്തു. മോളങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവളെ സങ്കടപ്പെടുത്തുകയാണ് മെയിൻ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഒരു കട്ടൻ ചായക്ക് വന്ന്, അത് നോർമലി അവിടെ കിട്ടുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മളിതാ ഈ പാൻ കേക്കാണ് ഓർഡർ ചെയ്തത്. അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പം അതും കൂടി കഴിച്ച് വളരെ തൃപ്തരായി നമ്മൾ മടങ്ങുകയാണ്. അങ്ങനെ ഇന്നത്തെ